വിവാഹിതർക്ക് തൊഴിൽ നിഷേധിച്ച് ശ്രീപെരുമ്പത്തൂരിലെ ഐഫോൺ നിർമ്മാണശാല. റോയിട്ടേഴ്സാണ് ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയിലെ നിർമ്മാതാക്കളായ ഫോക്സ്കോൺ കമ്പനിയുടെ ഈ വിവേചനം പുറത്തു കൊണ്ടുവന്നത്. സംഭവത്തിൽ ഇന്ത്യ അന്വേഷണം പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലെ ഫോക്സ്കോൺ കമ്പനിയിൽ പരസ്യം കണ്ട് തൊഴിൽ അന്വേഷിച്ചെത്തിയതായിരുന്നു സഹോദരിമാരായ 20 കഴിഞ്ഞ പാർവതിയും ജാനകിയും. എന്നാൽ ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയിലെ നിർമ്മാതാക്കളായ ഫോക്സ്കോണിൻ്റെ പടിക്കൽ തന്നെ അവരെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തടഞ്ഞു. ഒറ്റ ചോദ്യം: നിങ്ങൾ വിവാഹിതരാണോ? പോകും വഴി ജോലി തേടിയാണെന്നറിഞ്ഞപ്പോഴേ ഓട്ടോ ഡ്രൈവർ പറഞ്ഞതാണ് വെറുതെ അവിടെ പോയി വെയിൽ കൊള്ളണ്ടെന്ന്. വിവാഹിതരെ ആ കമ്പനി ജോലിക്കെടുക്കില്ല എന്ന്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐഫോൺ നിർമ്മാണശാലയിലെ തൊഴിൽ വിവേചനം റോയിട്ടേഴ്സ് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. കുടുംബമായാൽ കൂടുതൽ ഉത്തരവാദിത്തം വീട്ടിലുണ്ടാകുമെന്നതാണ് ഇതിന് കമ്പനിയെ പ്രധാനമായും പ്രേരിപ്പിക്കുന്നത്. ഫോക്സ്കോൺ ഹ്യൂമൻ റിസോഴ്സിലുണ്ടായിരുന്ന പോൾ പറയുന്നത്, കമ്പനിക്കായി തൊഴിലാളികളെ കണ്ടെത്തുന്ന റിക്രൂട്ടിംഗ് ഏജൻസികളോട് വാക്കാൽ വിവാഹിതർ വേണ്ട എന്ന നിർദ്ദേശം നൽകാറുണ്ടെന്നാണ്. വിവാഹിതരായ സ്ത്രീകളെ ഹയർ ചെയ്താൽ റിസ്ക് കൂടുമെന്നാണ് കമ്പനിയുടെ കണ്ടുപിടുത്തം, പ്രത്യേകിച്ച് കുട്ടികൾ ഉണ്ടായിക്കഴിയുമ്പോൾ. കൂടാതെ കുടുംബത്തിലെ ഉത്തരവാദിത്തം, ഗർഭധാരണം, തുടർച്ചയായ അവധിയെടുക്കൽ, അങ്ങനെ ഇതെല്ലാം കമ്പനിയെ സംബന്ധിച്ച് തടസ്സങ്ങളാണ്. മറ്റൊരു കണ്ടുപിടുത്തവും കമ്പനി വകയായുണ്ട്. വിവാഹം കഴിഞ്ഞ ഹിന്ദു സ്ത്രീകൾ ആഭരണങ്ങൾ അണിഞ്ഞ് ജോലിയെടുക്കുന്നത് കമ്പനിയുടെ പ്രൊഡക്ഷനെ ബാധിക്കുമെന്നാണത്. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഹയറിങ്ങിൽ ചില പിശകുകൾ സംഭവിച്ചതായി ആപ്പിൾ സമ്മതിച്ചു കഴിഞ്ഞു. മാരേജ് സ്റ്റാറ്റസ്, ജെൻഡർ, അതുപോലെ മതം, ഇവ അടിസ്ഥാനമാക്കിയുള്ള തൊഴിൽ വിവേചനത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളെല്ലാം ശക്തമായി നിഷേധിച്ചിരിക്കുകയാണ് ഫോക്സ്കോൺ കമ്പനി. അന്വേഷണത്തിൻ്റെ ഭാഗമായി 2023 ജനുവരി മുതൽ 2024 മെയ് വരെയുള്ള കാലയളവിൽ റോയിട്ടേഴ്സ് ഇന്ത്യയിലെ ശ്രീപെരുമ്പത്തൂരിലേക്ക് 20ലധികം യാത്രകൾ നടത്തിയിരുന്നു. നിരവധി അഭിമുഖങ്ങളും തെളിവ് ശേഖരണവും ഇതിൻ്റെ ഭാഗമായി നടന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇന്ത്യ ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ 1976 ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് പ്രകാരം സ്ത്രീകളെയും പുരുഷന്മാരെയും ഹയർ ചെയ്യുമ്പോൾ തൊഴിൽ വിവേചനം പാടില്ല. ഏതായാലും തമിഴ്നാടിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.